ഇത് ഫെബ്രുവരി മാസത്തെ KCB ബില്ലാണ്. ആദ്യം കാണുന്നത് സോളാർ സ്ഥാപിച്ച വീടിൻ്റെ ബില്ലും രണ്ടാമത് കാണുന്നത് വീൽ ചെയ്ത വീടിൻ്റെ ബില്ലുമാണ്. വീല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് KCB കണക്ഷൻ എടുത്ത ആളിൻ്റെ പേരിൽ മറ്റൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ കണക്ഷൻ നമുക്ക് വീൽ ചെയ്യാൻ സാധിക്കും. ഇത് കേരളത്തിൻ്റെ എവിടെയുള്ള KCB ബില്ല് വീല് ചെയ്യാൻ സാധിക്കും. സെയിം പേരിലായിരിക്കണം കണക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആദ്യം കാണിക്കുന്ന അത് KCBയുടെ കറണ്ട് ഇമ്പോർട്ട് ചെയ്തതാണ് കാണിക്കുന്നത്. രണ്ടാമത് എക്സ്പോർട്ട് ചെയ്തത്. മൂന്നാമത്തത് നമ്മൾ സോളാർ പ്രൊഡക്ഷൻ ചെയ്ത യൂണിറ്റാണ് കാണിക്കുന്നത്. ഇത് മൊത്തം 620 യൂണിറ്റാണ് നമ്മൾ ഫെബ്രുവരി മാസം പ്രൊഡക്ഷൻ ചെയ്തത്. എക്സ്പോർട്ട് ചെയ്ത് 530 യൂണിറ്റാണ്. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 90 യൂണിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അത് നമ്മൾ പകൽ സമയത്ത് ഉപയോഗിച്ച കറണ്ടാണ് ഈ 90 യൂണിറ്റ്. പിന്നെ ഇമ്പോർട്ട് ചെയ്തത് 133 യൂണിറ്റാണ്. ഈ 131 യൂണിറ്റ് നമ്മൾ 530 നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് 530 കുറച്ച് കഴിയുമ്പോൾ 397 യൂണിറ്റ് വരുന്നുണ്ട്. ഈ യൂണിറ്റ് നമുക്ക് വീൽ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തതിൻ്റെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ വീൽ ചെയ്യാൻ വേണ്ടി മറ്റേ ബില്ലിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ആ ബില്ലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 134 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 134ഉം ഈ 397 കുറച്ച് കഴിയുമ്പോൾ ഏകദേശം 261 യൂണിറ്റ് വീണ്ടും ബാലൻസ് വരുന്നുണ്ട്. ഈ ബാലൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ കണക്ഷൻ ഉണ്ടെങ്കിൽ വീൽ ചെയ്യാൻ സാധിക്കും. നിലവിൽ നമുക്ക് അങ്ങനെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീൽ ചെയ്യാൻ സാധിക്കില്ല. ഈ KCBയുടെ ബില്ല് നിലവിൽ എമൗണ്ട് കാണിച്ചിട്ടില്ല. അത് ഓൺലൈനിൽ 2 അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ സോളാർ സ്ഥാപിച്ച വീടിൻ്റെ എമൗണ്ട് 235 രൂപയാണ്. കൺസ്യൂമർ നെയിം ഷേർലി തോമസിൻ്റെ പേരിലാണ് കണക്ഷൻ എടുത്തേക്കുന്നത്. അതേ സെയിം പേര് തന്നെയാണ് രണ്ടാമത്തെ കണക്ഷൻ എടുത്താണ്. അതേ നമ്മൾ വീൽ ചെയ്ത വീടിൻ്റെ കണക്ഷൻ ഷേർലി തോമസിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് വന്നേക്കണത് 101 രൂപയാണ്. അത് കണക്ഷൻ ഷേർലി തോമസിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീൽ ചെയ്യാൻ കാരണം. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടി 336 രൂപയാണ് നമുക്ക് നിലവിൽ ഫെബ്രുവരി മാസത്തെ കറണ്ട് ബില്ല് വന്നേക്കുന്നത്.